ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വെള്ളപ്പൂക്കൾ കണ്ടാലോ. നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെള്ള പൂക്കളാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് ആദ്യത്തെ ഒരു വെള്ളപ്പൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മന്ദാരമാണ്. എന്തൊരു ഭംഗിയാണെന്ന് നോക്ക് ഈ ചെടി കാണാനായിട്ട്. ഇത്രയും നല്ലൊരു പൂവാണ് ഇത്. വെള്ളപ്പൂക്കളിലെ ആദ്യത്തെ നമ്പർ 1 എന്ന് പറയുന്നതാണ് മന്ദാരം. ഇത് പൂജയ്ക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂവാണല്ലോ ഈ മന്ദാരം എന്ന് പറയുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിന് ഇഷ്ടംപോലെ അരിയാണ് ഉണ്ടാകുന്നത്. അരി നട്ടും അതുപോലെ തന്നെ തണ്ട് മുറിച്ച് നട്ടും നമുക്കിത് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു ഭംഗിയാണ് ഇത് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. പ്രത്യേകിച്ച് രാവിലെ കാണാൻ വളരെ മനോഹരമാണ് ഈ ചെടി. വെള്ളപ്പൂക്കളിലെ രണ്ടാമത്തേതാണ് നമ്മുടെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. ഇതൊരു ചെടി ഉണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുകയും ചെയ്യും. ഇഷ്ടം പോലെ തൈകളാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മഴ സീസണിലാണ് ഇത് ഏറ്റവും കൂടുതൽ പൂവുണ്ടാകുന്നത്. വളരെ മനോഹരമായ പൂവാണ്, അതേസമയം അത്രയും നല്ല സുഗന്ധവുമാണ്. ഇത് നട്ടിരിക്കുന്ന ആ ഏരിയ മുഴുവനും ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല സുഗന്ധമുള്ളൊരു പൂവാണ് ഇത്. അങ്ങനെ വെള്ളപ്പൂക്കളിലെ രണ്ടാമത്തേതാണ് നമ്മുടെ കല്യാണ സൗഗന്ധികം. വെള്ളപ്പൂക്കളിലെ മൂന്നാമനാണ് നമ്മുടെ സർവ്വസാധാരണമായിട്ടുള്ള നാലുമണിപ്പൂവ്. ഇത് ഈ പറഞ്ഞ പോലെ നാലുമണിപ്പൂവ് എല്ലാം വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് വെള്ളയ്ക്ക് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. എല്ലാ പൂവിനും അതിൻ്റെ ഭംഗിയുണ്ട്, എന്നാൽ പോലും വെള്ളപ്പൂവിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളപ്പൂക്കളിലെ മൂന്നാമനാണ് നമ്മുടെ നാലുമണി. വെള്ളപ്പൂക്കളിലെ അതിമനോഹരമായ നാലാമത്തെ ഇനമാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ചെമ്പകമാണിത്. വളരെ നേർത്ത പെറ്റൽസ് ആണ് ഇതിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചെമ്പകപ്പൂക്കളെക്കാട്ടും വളരെ സുഗന്ധമാണ്. സുഗന്ധം വെച്ചാൽ ഭയങ്കര മണമാണിത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ചെടിയുമാണിത്. അങ്ങനെ നമ്മുടെ അടുത്ത വെള്ളപ്പൂവാണിത്. അടുത്തത് നമ്മുടെ സാധാ നന്ദിയാർവട്ടമാണ്. ഇത് അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്കെടുക്കുന്ന നിൽക്കുന്ന ഒരു വൈൽഡ് വെറൈറ്റിയാണിത്. ഇതിനകത്തും പൂവുണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ പൂവുണ്ടാവും. കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് ചെറിയൊരു സുഗന്ധമേ ഉള്ളൂ. കൂടുതലും പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചെടി എല്ലാ വീടുകളിലും നടത്തുന്നത്. അടുത്തത് നമ്മുടെ മിനിയേച്ചർ നന്ദിയാർവട്ടമാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇതൊരു വേലി പോലെ നടാൻ വളരെ നല്ല യോജിച്ച ഒരു ചെടിയാണിത്.
ഇത് ഇഷ്ടംപോലെ വെയിൽ ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇല കാണാത്ത വിധത്തിൽ നിറച്ചുണ്ടാകുന്നൊരു പൂവാണ്. എല്ലാവർക്കും അറിയാവുന്ന അടുത്ത ഒരു വെള്ളപ്പൂവ്. വെള്ളപ്പൂവിന് അടുത്തത് നമ്മുടെ ഒരു ചൈനീസ് ബോൾസമാണ്. ഇതും ഒറ്റ കളർ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ, മിക്സഡ് ഒന്നുമല്ല. ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇഷ്ടംപോലെ പൂവുണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് ഓരോ തണ്ടും മുറിച്ച് നട്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് നല്ല രീതി, മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരുന്നൊരു ചെടിയാണിത്. തണ്ട് മുറിച്ച് നട്ട് നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചെടിയാണിത്. അടുത്തത് ഇത് വെള്ളപ്പൂക്കളുടെ കൂട്ടത്തിൽ പെടുത്താമോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം കുറച്ച് ക്രീം ചേർന്നൊരു പൂവാണിത്. എന്നാലും വെള്ള എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ബ്രൈഡൽ ബൊക്കയും കൂടെ ഈ കൂട്ടത്തിൽ കാണിക്കുകയാണ്. ഇത് നല്ല സുഗന്ധമാണ്. ഇത് നിൽക്കുന്ന ഏരിയ മുഴുവനും നല്ലൊരു മണമാണിത്. ഇത് നമുക്ക് തണ്ട് മുറിച്ച് നട്ട് 4 മുട്ടുള്ള തണ്ട് മുറിച്ച് നട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഇതിൻ്റെ പേര് ശ്രീലങ്കൻ മുല്ല എന്നാണ്. ഇത് വേനലായാലും മഴയായാലും വെയിലായാലും എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതങ്ങ് പൊങ്ങി നല്ല മുകളിലേക്ക് പോകുന്ന ഒരു കുറ്റിച്ചെടി പോലത്തെ ഒരു ചെമ്പരത്തേക്കാളിലും പൊക്കത്തിൽ പോകുന്നൊരു ചെടിയാണ്. ഇത് അടുത്ത വെറൈറ്റി. ഇഷ്ടംപോലെ പൂവുണ്ടാകുകയും ചെയ്യും. എപ്പോഴും പൂവുണ്ടാകും. മണമൊന്നുമില്ല, പക്ഷെ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അത് അടുത്ത ഒരു ചെടിയാണ് അപ്പോൾ ഇത്. വെള്ളപ്പൂക്കളിലെ അടുത്ത വെറൈറ്റിയാണിത്. എനിക്ക് പേരൊന്നും അറിയത്തില്ല. വളരെ ഭംഗിയുള്ളൊരു ചെടിയാണിത്. പക്ഷെ ഒരു ദിവസം വെള്ളം കിട്ടാൻ വൈകി കഴിഞ്ഞാൽ അപ്പോഴേ വാടിപ്പോകും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടും ഇലയാണ് ഇതിന് ഇത് ഉള്ളത്. നമ്മൾ നല്ല രീതിയിൽ ഇതിനെ നോക്കുകയാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ പൂവുണ്ടാകുകയും ചെയ്യും. കാണാനും ഭംഗി. അതിനകത്ത് ചെറിയൊരു നീണ്ട വിത്തുണ്ടാകും. ആ വിത്തിനകത്തുനിന്ന് തന്നെ തൈകൾ പൊട്ടിക്കളിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ചെറിയ കടുകിൻ്റെ അത്രയുള്ള അരിയാണ് ഇതിലുണ്ടാകുന്നത്. അങ്ങനെ ഒരു പൂവാണിത്. കാണാനും നല്ല ഭംഗിയാണ്. മണമൊന്നുമില്ല, എന്നാലും കാണാനുള്ള ഭംഗി തന്നെയാണ് പ്രധാനം. പിന്നെ അടുത്തത് ഒരു ചെത്തിയാണിത്. മിനിയേച്ചർ എന്ന് പറയാമോ എന്നറിയത്തില്ല. കാര്യം ഇലയൊക്കെ അത്ര അങ്ങ് ചെറുതല്ല, പക്ഷെ പൂവും അത്ര ഒരു ചെറിയ മിനിയേച്ചർ ചെത്തിയിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമായിട്ടുള്ള പൂവുമാണ്. ഇച്ചിരി വലിപ്പമുണ്ട് ഇതിന്. ഞാനിത് ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഇച്ചിരി ബുഷിയായിട്ട് മരമാവുന്ന ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളപ്പൂക്കളിലെ അടുത്ത വെറൈറ്റിയാണിത്. അടുത്തത് വെള്ള ലെൻഡാനയാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഒരുപാടങ്ങ് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താവുന്നതാണ്. ഒരുപാടങ്ങ് വലിയ മരമൊന്നും ആകുന്ന ഇനമല്ല ഇത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതും ഇഷ്ടംപോലെ പൂവുണ്ടാവും. എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണിത്. വെള്ളപ്പൂക്കളിലെ അടുത്ത വെറൈറ്റിയാണിത്. ഇതൊരു നല്ലൊരു നന്ദിയാർവട്ടമാണിത്. ഇതെനിക്ക് ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയൊരു ചെടിയാണ്. കാര്യം ഇതിൻ്റെ ഈ പൂവിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാര്യം അത്ര കോമൺ ആയിട്ട് എല്ലായിടത്തും അവൈലബിൾ അല്ല ഇത്. അങ്ങനെ എനിക്ക് ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയ ഒരു ചെടിയാണിത്. പക്ഷെ ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ മരം പോലെ ഞാൻ തന്നെ വെട്ടിക്കളയാറുണ്ട്. പക്ഷേ ഇത് വേണ്ടി ആദ്യം ഒരുപാട് ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇതളിൻ്റെ ഒരു ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഉണ്ടാകുമ്പോൾ ഇത് നിറച്ചുണ്ടാവുകയും ചെയ്യും. ഇതിനും ചെറിയൊരു സുഗന്ധമുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ള വെറൈറ്റിയിലെ അടുത്ത ഇനമാണിത്.
ഈ പൂവിൻ്റെ ഒരു മനോഹാരിത ഒന്ന് നോക്കൂ. ഈ വെള്ള പൂവിൻ്റെ ഇടയ്ക്ക് നടുക്കായിട്ട് ഒരു മഞ്ഞയും കൂടെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വൈകിട്ടൊക്കെ നിന്ന് ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്ന ചെടിയാണിത്. അങ്ങനെ നമ്മുടെ വെള്ള പൂക്കളുടെ ഒരു വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ തന്ന എല്ലാ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടിനും നന്ദി. ഇനിയും ഞങ്ങളെ ഇതുപോലെ നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.